ഹായ് ഹലോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഡെയിലി ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ രാവിലെ 5 മണിയായി കേട്ടോ, നേരെ ഒന്നും വെളുത്തിട്ടില്ല. അപ്പോൾ ഡെയിലി സംഭവം എല്ലാ ദിവസവും നടക്കുന്ന പോലെ തന്നെ ഇന്ന് ചോറ് വയ്ക്കണം. അബിക്കുട്ടനും സൈശേട്ടനും ചോറുണ്ട് വേണം. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ ഉടനെ ചോറിന് വെള്ളം അടുപ്പത്ത് വെച്ചു കേട്ടോ. ഇനി അരി ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ കറിക്കാണെങ്കിൽ നമ്മളിന്ന് തലേന്ന് ചിക്കൻ കറി ആയിരുന്നു. അപ്പോൾ ചിക്കൻ ഇച്ചിരി കൂടുതൽ എടുത്തായിരുന്നു. അപ്പോൾ അതിന് കുറച്ചെടുത്ത് ഞാൻ മാറ്റി വെച്ചു കേട്ടോ, ഒരു അടുക്ക് പത്രം നിറയെ. ഇത് ധാരാളമാണ്. ഞാനും സൈഷായിട്ട് മാത്രമേ കൂടുതലും ചിക്കൻ ഇങ്ങനെ കറിയൊക്കെ ആയിട്ട് കഴിക്കുള്ളൂ. അബിക്കുട്ടനൊക്കെ കുറച്ചേ കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങ വറുത്തരച്ചാണ് വെക്കുന്നത്. അങ്ങനെ ആകുമ്പം കുറച്ച് ചിക്കൻ ഉണ്ടെങ്കിലും കറി നിറയെ കാണും കേട്ടോ. അല്ലാത്തപ്പം ഞാൻ ഉള്ളി വയറ്റി പൊടി ചേർത്താണ് വെക്കുന്നത്. അപ്പോൾ തേങ്ങയെല്ലാം നല്ലോണം മൂത്തു, മസാലയൊക്കെ ഇട്ടു. മസാലയെല്ലാം ഇട്ടിട്ട് അതിന് ശേഷം ഉള്ളിയെല്ലാം വഴറ്റി രാവിലെ തന്നെ ഒരു 6 മണി അകം വെച്ച് ഞാൻ ചിക്കൻ കറി റെഡിയാക്കി കേട്ടോ. അതിന് ശേഷം പിന്നെ ബാക്കി തോരനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെക്കാമല്ലോ. അങ്ങനെ നമ്മുടെ ഉള്ളി വഴന്ന് കഴിഞ്ഞു. പിന്നെ ഞാൻ തലേന്ന് ചക്ക അരിഞ്ഞ് വെച്ചിരുന്നു കേട്ടോ. ചക്ക അത് കുക്കറിൽ, ഇത് നമുക്ക് ധാരാളമാണ്, കുറച്ച് ചക്ക വെച്ചു. പിന്നെ ഇത് അബിക്കുട്ടൻ്റെ ടിഫിൻ ബോക്സ് ആണ് കേട്ടോ. അപ്പോൾ ഒരു മുട്ടയും വെച്ചു, ചക്ക കറി വെച്ചതും പിന്നെ കുറച്ച് ഇറച്ചിക്കറിയും വെച്ച് ചോറ് കൊടുത്തു വിടുവാണ് അവന്. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ്, വേറെ കറിയൊന്നും വെച്ചില്ല, ചിക്കൻ കറി ഉള്ളതുകൊണ്ട് ദോശയും ചിക്കനായിരുന്നു രാവിലെ. പിന്നെ ഇത് സ്നാക്സ് ആയിട്ട് ഞാൻ ആപ്പിളാണ് കൊടുത്തു വിടുന്നത് കേട്ടോ. അപ്പോൾ കുറേ നാളുടെ അബിക്കുട്ടൻ എന്താണോ എന്തോ ആപ്പിളാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. മറ്റേത് ബിസ്ക്കറ്റും ബേക്കറി പലഹാരമൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഇയാൾ എന്തോ 2 ദിവസത്തെ ആപ്പിൾ കൊണ്ടുപോകുന്നുണ്ട്. അതൊരു വലിയ സന്തോഷമാണ്. അപ്പോൾ ഓട്ടോ വന്നു കേട്ടോ, വീടിൻ്റെ ഫ്രണ്ടിൽ ഓട്ടോ വരും. അപ്പോൾ അബിക്കുട്ടൻ ഓട്ടോ റെഡിയായി പോവാണ്. ഇനി അടുത്ത സൈഷേട്ടന് വിടാനുള്ള പരിപാടിയാണ്. 8:15 സൈഷേട്ടന് പോകണം. അപ്പോൾ സൈഷേട്ടൻ വാഴയിലാണ് ചോറുണ്ടണം കേട്ടോ. സൈഷേട്ടനും ചക്ക കുറച്ച് ഇലയിലെടുത്തു, കറി വേറൊരു പാത്രത്തിലും ഒരു പൊട്ട പിഴിഞ്ഞ് വെച്ച് ഇങ്ങനെ സമാളിക്കുവാണ് കേട്ടോ. ഇങ്ങനെ രാവിലെ കറി വയ്ക്കുന്നതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ജോലി ഒതുങ്ങും. അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേൽക്കുന്നതുകൊണ്ട് അതിന് ഉറക്കമൊക്കെ നിൽക്കും. അപ്പോൾ ഒരു 10 മണിയൊക്കെ ആകുമ്പം ജിത്തോട്ട് ഉറക്കാവും. അപ്പോൾ നമുക്കും കുറച്ച് നേരം ഉറങ്ങാം. അതുകൊണ്ടാണ് ഞാൻ രാവിലെ ഒക്കെ സമയം എടുത്തിട്ടെങ്കിലും കറി വെക്കുന്നത്. ചിലപ്പോൾ 4:30 എഴുന്നേക്കും, ചിലപ്പോൾ 5 മണിക്ക് എഴുന്നേക്കും കേട്ടോ. അങ്ങനെ എല്ലാവരെയും വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത സാർ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ജിത്തൂട്ടിന് ഒരു പല്ല് വന്ന് തുടങ്ങി കേട്ടോ. അപ്പോൾ ആൾ കടിയൊക്കെ തുടങ്ങി. ഒരു 10 മണിയൊക്കെ ആയപ്പം ജിത്തോട്ടിന് കുറുക്ക് കൊടുത്തപ്പോൾ കുളിപ്പിച്ചതിന് ശേഷം ജിത്തോട്ട് ഉറക്കമായി. അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ പരിപാടി എന്ന് വെച്ചാൽ തുടയ്ക്കണം. ജിത്തോട്ട് ഓടി നടന്ന് കളിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഒരു സാധനം അവിടെ ഇട്ടേക്കാൻ പറ്റത്തില്ല, കാണുന്ന എല്ലായിടത്തും വായിലിടും കേട്ടോ. അതുകൊണ്ട് ഫുള്ളും ഒരു പൊടി പോലും കാണാൻ പറ്റാത്ത രീതിയിൽ തൂത്ത് വൃത്തിയാക്കിയിടണം. അപ്പോൾ ഒരു കുറച്ചാൾ നടന്നു തുടങ്ങുന്ന തരത്തിൽ കഷ്ടമാണ് കേട്ടോ. കാണിച്ചോട്. അതെല്ലാം കഴിഞ്ഞ് ജിത്തൂട്ടനെ ഞാൻ അമ്മേനെ ഏൽപ്പിച്ചിട്ട് വൈകിട്ട് റേഷൻ കടയ്ക്ക് പോവാണ്. അപ്പോൾ റേഷൻ കടയിൽ പോയിട്ട് അരി മേടിച്ച് റേഷൻ കടയുടെ സൈഡിൽ ഒരു വീട്ടിൽ വെച്ചേക്കും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ CM വിജയുടെ ഫോട്ടോ ഒക്കെ വെച്ചേക്കുവാണ്. മുമ്പ് സ്റ്റാലിൻ സാറിൻ്റെ ആയിരുന്നു, ഇപ്പം വിജയ് സാറിൻ്റെ ആണ് കേട്ടോ. നമ്മുടെ ഇപ്പോഴത്തെ CM ആണല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ വന്നിട്ട് ചായ കഴിക്കുവാണ്. ചായക്ക് ബിസ്ക്കറ്റും പിന്നെ മുറുക്കും ഉണ്ടായിരുന്നു, അതും കഴിച്ചു. പിന്നെ ജിത്തോട്ടിന് ഡെയിലി ഒരു ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കും കേട്ടോ ഞാൻ. കാരണം പാവം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വിഷമം വരും. അതുകൊണ്ടാണ് ബിസ്ക്കറ്റ് കൊടുത്തുവിടുന്നതാണ് കൊച്ചുങ്ങൾക്ക്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ ചായ കുടിച്ചു, ജിത്തൂട്ടനും അബിക്കുട്ടനും എല്ലാം ചായ കുടിച്ചു. അപ്പോൾ ഇന്നത്തെ വിശേഷത്തിലുള്ള എല്ലാവർക്കും നല്ല ദിവസം നിർത്തുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്